മഴതോരും മുൻപയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തൻ്റെ മകൾ കുറച്ച് ദിവസങ്ങളോളമായി തന്നോടൊപ്പം താമസം തുടങ്ങിയിട്ടും തൻ്റെ തറവാട്ടിലെ തൻ്റെ ബന്ധുമിത്രാദികളെയോ ഒന്ന് പരിചയപ്പെടുത്താൻ പോലും കൊണ്ടുപോയില്ലല്ലോ എന്ന മനോവിഷമത്തിൽ തന്നെയായിരുന്നു. അത് അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ടാണ് അലീനയോട് ഒരുങ്ങാൻ പറയുന്നതും നമുക്ക് തറവാട് കാണാൻ പോകാമെന്നൊക്കെ പറയുന്നത്. എന്നാൽ അവിടെയുള്ളവരെ ഫേസ് ചെയ്യുന്ന കാര്യം ഓർത്തിട്ട് അലീനയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അലീന അത് സ്റ്റാൻലിയോട് പറയുന്നുമുണ്ട്. എനിക്ക് ഇപ്പോൾ പോകണ്ട പപ്പ, അവിടെ പോയാൽ എന്നെ അവരെല്ലാവരും എങ്ങനെയായിരിക്കും കാണാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാൻലി പറയാണ്, നിന്നെ അവരെങ്ങനെ കാണാൻ? എല്ലാവരെയും കാണുന്നത് കണ്ണുകൊണ്ടല്ലേ, അതുപോലെ തന്നെ കണ്ടോളൂ. നീ എന്നോട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ പോയി റെഡിയാകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ സ്റ്റാൻലി വിടുകയാണ്. അലീന കുറച്ച് സമയങ്ങൾക്ക് ശേഷം റെഡിയായി തിരിച്ചു വരുന്നുണ്ട്. അലീനയുമായി സ്റ്റാൻലി പുറപ്പെടുകയാണ്. കൊട്ടാരമറ്റത്തിൻ്റെ മതിലും ഗേറ്റും അങ്ങ് അകലെ നിന്നേ അലീന കാണുന്നുണ്ടായിരുന്നു. അലീനയുടെ നെഞ്ചിടിപ്പ് അതോടുകൂടി കൂടാൻ തുടങ്ങി. അലീന പപ്പയോട് പറയുന്നുണ്ടായിരുന്നു, ഇത്ര പെട്ടെന്ന് തറവാട്ടിലേക്ക് ഒരു വിസിറ്റ് വേണമായിരുന്നോ പപ്പ? എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ട്. അവിടെ ഒരുപാട് പേരുണ്ടെന്നല്ലേ പപ്പ പറഞ്ഞത്? അവരെ എല്ലാവരെയും എങ്ങനെയാണ് ഞാൻ ഫേസ് ചെയ്യാന്നൊക്കെ അലീന പപ്പയോട് ചോദിക്കുമ്പോൾ പപ്പ പറയുന്നുണ്ട്, അത് തന്നെയല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്. എപ്പോഴായാലും നീ അവരെ കാണേണ്ടതാണ്. അത് കുറച്ച് മുമ്പ് കണ്ടു കഴിഞ്ഞാൽ ടെൻഷൻ അങ്ങോട്ട് ഇല്ലാണ്ടായിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഔതുക്കുട്ടിച്ചായന് അലീനയോട് പരിഭവം ഒന്നും തന്നെയില്ല. അദ്ദേഹത്തിന് തൻ്റെ പേരമകളാണ് അലീന എന്ന ബോധം തിരിച്ചു വന്നു കഴിഞ്ഞിരിക്കുന്നു. അലീനയോട് അതേപോലെ തന്നെയൊക്കെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് അലീനയ്ക്ക് ആ കാര്യത്തിൽ ഒരു സമാധാനമുണ്ട്. ആ വീട്ടിൽ ചെന്നാൽ ഒരു പക്ഷേ തന്നോട് മറ്റുള്ളവർ മുഖം കറുത്ത് പെരുമാറിയാലും തൻ്റെ അച്ചാച്ചൻ തന്നോട് അങ്ങനെ പെരുമാറില്ലെന്ന വിശ്വാസത്തിൽ തന്നെയായിരുന്നു അലീന. കൊട്ടാരമറ്റത്തിൻ്റെ ഗേറ്റ് കടന്ന് സ്റ്റാൻലിയുടെ കാറ് അകത്തേക്ക് കയറി. അലീനയും സ്റ്റാൻലിയും കാറിൽ നിന്നും ഇറങ്ങി. തൻ്റെ വീടിൻ്റെ പടി തൻ്റെ മകളോടൊപ്പം കയറുകയായിരുന്നു സ്റ്റാൻലി. ഉടനെ തന്നെ പറമ്പിൽ നിന്നും എന്തൊക്കെയോ എടുത്തു വരികയായിരുന്നു ഔതുക്കുട്ടിച്ചായൻ. ഈ ചായൻ അലീനയോടായി പറയുന്നുണ്ട്, ആ മോളും ഉണ്ടായിരുന്നോ കൂടെ? എന്തായാലും അകത്തേക്കിരിക്കേ, ചാച്ചൻ പോയി കൈയും കാലും മുഖവും ഒക്കെ ഒന്ന് കഴുകിയിട്ട് വരാം. കുറേ സമയമായി ആ പറമ്പിലൊക്കെ ഒന്ന് നടക്കുകയായിരുന്നു എന്ന്. സ്റ്റാൻലി അവളെയും കൂട്ടി അകത്തേക്ക് കയറി ചെന്നു. കറക്റ്റ് സമയത്ത് തന്നെ റോബോട്ടും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. തൻ്റെ ലാലിച്ചായന് ഇങ്ങനെയൊരു മകൾ തിരിച്ചു വന്നു എന്ന വാർത്ത അറിഞ്ഞിട്ടും ലാലിച്ചായൻ്റെ മകളെ കാണാനുള്ള താല്പര്യമൊന്നും തന്നെ സഹോദരന്മാർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ലാലിച്ചായൻ അവളെയും കൂട്ടി തറവാട്ടിലേക്ക് കയറി വന്നതും. ലാലിച്ചായന് തൻ്റെ സഹോദരന്മാരുടെ സ്വഭാവം നല്ല പോലെ അറിയാം. ലാലിച്ചൻ അവളെയും കൂട്ടി വന്നത് റോബോട്ടിനൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ റോബോട്ട് അധികം സംസാരിക്കുന്നില്ല. ലാലിച്ചായനോടുള്ള ഭയവും ബഹുമാനവും കൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് മാത്രം. പുറത്താരോ വന്ന ശബ്ദം കേട്ട് ഉടനെ തന്നെ കിച്ചണിൽ നിന്നും പുറത്തേക്ക് വരുന്നു നോക്കുകയായിരുന്നു ആൻസി. ആൻസി കണ്ടത് തൻ്റെ ലാലിച്ചായനെയും മകളെയുമായിരുന്നു. റോബോട്ട് മുമ്പേ ആൻസിയോട് ഇങ്ങനെയൊരു മകൾ വന്നിട്ടുണ്ടെന്നും കണ്ടാലും കണ്ട പോലെ നിൽക്കണ്ട, കാണാത്ത പോലെ അങ്ങ് പോയാൽ മതി എന്നൊക്കെ ആൻസിയെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആൻസിക്ക് വല്ലാത്തൊരു പേടിയുണ്ടായിരുന്നു അവളോട് പെരുമാറാനൊക്കെ. എങ്കിലും ആൻസി ഒരു ചെറു പുഞ്ചിരി അവളോട് കാഴ്ചവെച്ചു. ഇത് കാണുന്ന സ്റ്റാൻലി ആൻസിയോട് ചോദിക്കുന്നുണ്ട്, അതെന്നതാടി കൊച്ചേ, നിൻ്റെ മുഖത്ത് ഒരു വോൾട്ടേജ് ഇല്ലാത്ത ചിരിയെന്ന്. ആൻസിക്ക് ഒന്നും തന്നെ പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. റോബോട്ടിനെ കണ്ടതും അലീനയോടായിട്ട് റോബോട്ടിനെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു സ്റ്റാൻലി. പക്ഷേ തൻ്റെ അനിയൻ അങ്ങനെയൊരു പരിചയം അവളോട് കാണിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് മനസ്സിലായി. എങ്കിലും സ്റ്റാൻലി തൻ്റെ മര്യാദ അവളോട് കാണിച്ചു. അലീന, ഇതാണ് എൻ്റെ ഇളയ സഹോദരൻ റോബോട്ട്. ഇത് അവൻ്റെ ഭാര്യ ആൻസി. പിന്നെ അകത്തൊരാളും കൂടിയുണ്ട്. നിന്നെ ഞാൻ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവിടെ സോഫയിൽ തന്നെ ഇരുന്നു. മറുവശത്തെ സോഫ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അലീനയോട് പറഞ്ഞു, നീ എന്തായാലും അവിടെ ഇരിക്കേ. അലീനയ്ക്ക് ആ വീടിൻ്റെ പടി കയറി വന്നപ്പോൾ മുതൽ വല്ലാത്തൊരു വിമ്മിഷ്ടം തോന്നുകയായിരുന്നു. തന്നോട് മറ്റുള്ളവരെങ്ങനെ പെരുമാറുമെന്ന ചിന്ത മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയും ഓരോ പടി കടന്നു വരുമ്പോഴും ഓരോ മുഖങ്ങളും തൻ്റെ നേരെ
അനിഷ്ടമാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അലീനയ്ക്ക്. താൻ അത് പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നതും. മറുവശത്തെ മുറിയിൽ നിന്നും കതകിൽ തട്ടുന്ന ശബ്ദം കേട്ട് അലീന ആ വശത്തേക്ക് എത്തിച്ചു നോക്കി. ഒപ്പം തൻ്റെ പപ്പയുടെ മുഖത്തേക്കും. അവിടെ നിന്നും ഡോറിൽ തട്ടുന്ന ശബ്ദമാണ് അലീന കേൾക്കുന്നത്. അകത്ത് നിന്ന് ആരോ എന്തോ വിളിച്ചു പറയുന്നുമുണ്ട്. എന്നെ തുറന്നു വിട്, എന്നെ തുറന്നു വിട്, എന്നെ കൊണ്ടുപോകാൻ എൻ്റെ ഇച്ഛായം വന്നിട്ടുണ്ട്, എനിക്ക് പോകണം എന്നൊക്കെയാണ് പറയുന്നത്. അലീനയ്ക്ക് അറിയാമായിരുന്നു അത് സ്റ്റാൻലിയുടെ സഹോദരിയാണെന്ന്. അലീന അങ്ങനെ ഒരാളെ കാണാൻ തന്നെയാണ് വന്നത്. അലീനയോട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞങ്ങളുടെ റാണി കൊച്ചിനെ കാണണമോ എന്ന്. സ്റ്റാൻലിയുടെ ചോദ്യം കേട്ട് മറുപടിയായി അലീന തലയാട്ടുമ്പോഴേക്കും റോബോട്ടിൻ്റെ ശബ്ദമുയർന്നു. അതെന്നാത്തിനാ ഇച്ഛായ? ഈ വരുന്നവരെയും പോകുന്നവരെയൊക്കെ പ്രദർശിപ്പിക്കാൻ റാണിക്കൊച്ച് ഇവിടെ എന്താ വല്ല അലങ്കാര വസ്തു എങ്ങാനുമാണോ? അതിൻ്റെ ആവശ്യമുണ്ടോ ഇച്ഛായ? ഇത് കേട്ട സ്റ്റാൻലിക്ക് വല്ലാതെ ദേഷ്യം വന്നു. സ്റ്റാൻലി തൻ്റെ അനിയനോടായി ചോദിച്ചു, ഈ നിൽക്കുന്നവൾ എൻ്റെ മകളാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാനത് മുന്നേ നിങ്ങളോട് പറഞ്ഞറിയിച്ചതുമാണ്. പിന്നെ നീ എന്തർത്ഥത്തിലാണ് ഈ വരുന്നവരും പോകുന്നവരും എന്ന് പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞൂന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് റോബോട്ടെ ഞാൻ ചോദിച്ചത്. ഇപ്പം ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്നത് അലീനയാണല്ലോ. അപ്പോൾ അവളെ ഉദ്ദേശിച്ചായിരിക്കുമല്ലോ നീ അത് പറഞ്ഞത്. എങ്കിൽ ഇനി മേലാൽ, ഇപ്പോൾ ഞാനൊരു വാണിംഗ് ആയിട്ടാണ് പറയുന്നത്, ഇനി മേലാൽ അവളോട് അമ്മാതിരി വർത്താനൊന്നും ആരും പറയാൻ നിൽക്കണ്ട. ഇവിടെ എല്ലാ പേരക്കുട്ടികൾക്കുള്ള അവകാശം അവൾക്കുണ്ട്. ഇതിനി ഒരിക്കൽ കൂടി എന്നെക്കൊണ്ട് പറയിപ്പിക്കാനിട നീ വെക്കരുതെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അകത്തേക്ക് നോക്കി ആൻസിയോടായി പറയുന്നുണ്ട്, ആൻസി, ഞങ്ങൾ റാണിമോളുടെ മുറിയിലുണ്ടാകും. നീ കോഫിയാണ് എടുക്കുന്നതെങ്കിൽ അവിടേക്ക് കൊണ്ടുവന്നാൽ മതി. അലീനയുമായി സ്റ്റാൻലി ആ ശബ്ദം കേട്ട മുറിയിലേക്ക് കയറുകയായിരുന്നു. മുറിയുടെ ഡോറ് തുറന്നപ്പോഴേക്കും അകത്ത് നിന്നും ആരോ കുതിച്ച് പാഞ്ഞ് സ്റ്റാൻലിയുടെ അടുത്തേക്ക് ഓടിയെത്തി. അത് മറ്റാരുമല്ല, അവരുടെ സഹോദരിയായ റാണിക്കൊച്ച് തന്നെയായിരുന്നു. ഓടി വന്നവൾ സ്റ്റാൻലിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇച്ഛായൻ എപ്പോഴാണ് വന്നേ? ഇവിടെ ആരോ പറയുന്നത് കേട്ടല്ലോ, ഇച്ഛായൻ്റെ മകൾ വന്നു എന്നൊക്കെ. ആണോ? ഇതായിരുന്നോ ആ മകള്? ഇത്രയും വലുതായിട്ടാണോ ഇച്ഛായന് മകളെ കിട്ടിയത്? എൻ്റെ മകളെ മാത്രം എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഇച്ഛായ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് കിട്ടുകയാണെങ്കിലേ എൻ്റെ ചെറിയ മോളെ തന്നെ തന്നേക്കണേ. വേറൊന്നുമല്ല, എനിക്ക് അവളെ എടുത്തുകൊണ്ട് നടക്കണം, ഒരുക്കി കൊണ്ട് നടക്കണം, കുഞ്ഞുടുപ്പുകൾ ഇടിയിക്കണം. ഇതിപ്പോൾ വലുതായിട്ട് കിട്ടിയിട്ട് എനിക്കെന്ത് കാര്യം? എനിക്ക് എടുത്ത് നടക്കാനൊക്കെ പറ്റുമോ? ഇച്ഛായനും കിട്ടി മോളെ, എനിക്ക് മാത്രം എന്താ ഇച്ഛായ എത്ര കാത്തിരുന്നിട്ടും എൻ്റെ മകളെ കിട്ടാത്തത്? ലാലിച്ചായൻ ഒന്നും തന്നെ പറയുന്നില്ലെന്ന് മനസ്സിലാക്കി ഒരിക്കൽ കൂടി റാണി അത് തന്നെ ചോദിക്കുകയാണ്. കൂടെ സ്റ്റാൻലിയുടെ ഷർട്ടിൻ്റെ കോളറിന് പിടിച്ചിട്ടാണ് അവൾ ചോദിക്കുന്നത്, ഇച്ഛായ, ലാലിച്ചായ, എൻ്റെ മകളെ എപ്പോഴാണ് എനിക്ക് കിട്ടാന്ന്? കിട്ടും, എപ്പോഴെങ്കിലും കിട്ടും. നമ്മളെ അന്വേഷിക്കാനായിട്ട് പേപ്പറിലൊക്കെ പരസ്യം കൊടുത്തിട്ടുണ്ട്. നീ ഇങ്ങനെ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് എന്ത് കാര്യം? അപ്പോൾ ന്യൂസ് പേപ്പറിലെ പരസ്യമൊക്കെ കണ്ടിട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് തരുന്നേ. ഇതിപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, എന്നിട്ടും കിട്ടിയില്ല. അല്ല, ഇച്ഛായന് എങ്ങനെയാ ഇച്ഛായൻ്റെ മോളെ കിട്ടിയത്? അതേപോലെ കിട്ടിയാലോ? അതാ പറഞ്ഞത്, എനിക്കിവളെ കൊണ്ടുവന്ന് തരികയല്ലേ ചെയ്തത്, അതുപോലെ കൊണ്ടുവന്ന് തരുന്നേ. ഇച്ഛായൻ്റെ വാക്ക് ഞാൻ വിശ്വസിച്ചോട്ടെ? വിശ്വസിച്ചോളൂ. ഇച്ഛായനാണ് പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ വിശ്വസിക്കാം കേട്ടോ. ഇവിടെ വേറെ ആരും എനിക്ക് വിശ്വാസമില്ല. ആ ആൻസി ഉണ്ടല്ലോ, അവളെ എനിക്ക് വിശ്വാസമായിരുന്നു. പക്ഷേ ആയ റോബോട്ടെന്ന് പറയുന്നവൻ്റെ വാക്കുകൾ കേട്ടിട്ട് അവളിപ്പോൾ കള്ളിയായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനിപ്പോൾ അവളോട് അധികം കൂട്ടുകൂടാൻ നിൽക്കാറില്ല. എനിക്ക് ഈ കള്ളികളെയും കള്ളത്തരം കാണിക്കുന്നവരൊന്നുമേ എനിക്കത്ര താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ കൊച്ചു കുട്ടികൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അലീന ചെന്ന് റാണിയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. റാണി പെട്ടെന്ന് എന്തോ ഒരു സൈലൻ്റ് ആയ പോലെ അലീനയെ ഇങ്ങനെ വല്ലാതെ മുഖത്തേക്ക് തന്നെ നോക്കാൻ തുടങ്ങി. അലീനയുടെ മുഖത്ത് പെട്ടെന്ന് കൈകൾ വെച്ച് അലീനയെ തലോടാൻ തുടങ്ങി. അലീനയ്ക്കും വല്ലാത്ത വിഷമം തോന്നി. അഴിഞ്ഞ് പരന്ന് കിടക്കുന്ന മുടികളെ അലീന ഒതുക്കി വെച്ചു കൊടുത്തു.
അവർ തമ്മിൽ പെട്ടെന്നൊരു ബോണ്ടിങ് വന്ന പോലെ തന്നെ സ്റ്റാൻലിക്കും തോന്നുകയാണ്. എന്നാൽ പുറത്ത് ഔതുകുട്ടിച്ചായൻ്റെ അടുത്ത് വല്ലാത്ത ദേഷ്യത്തിൽ തന്നെയായിരുന്നു റോബോട്ട് ചെന്നിട്ട് അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, ചാച്ചാ എന്നാ കാര്യത്തിനാ ആ പെണ്ണിനെയും കൊണ്ട് ഇച്ചായൻ ഇവിടെ കയറി വന്നത്? അതെന്ത് വർത്താനാട റോബോട്ട് നീയാ പറയുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഇത് ലാലിച്ചൻ്റെയും കൂടിയും തറവാടല്ലേ? അവനുണ്ടായ ഒരു മകളെ അവൻ്റെ വീട്ടിൽ കയറ്റുന്ന പോലെ തന്നെയല്ലേ ഇവിടെയും കൊണ്ടുവന്ന് കയറ്റുന്നത്? അതെങ്ങനെയാന്ന്? ഇവിടെ ഞാനും എൻ്റെ ഫാമിലിയും അല്ലേ താമസിക്കുന്നത്. ഞങ്ങളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? ആന്നോ? ഉറപ്പാന്നോ? ആണെങ്കിൽ നമുക്കിപ്പം തന്നെ അത് സ്റ്റാൻലിയോടങ്ങ് പറഞ്ഞേക്കാം. ഞാൻ ചാച്ചൻ്റെ അടുത്തല്ലേ സംസാരിക്കുന്നത്, അപ്പോൾ ചാച്ചന് തന്നെ അതിൻ്റെ മറുപടി പറഞ്ഞാൽ പോരെ? അതാണല്ലോ ഞാൻ നിന്നോട് പറഞ്ഞത്. ഇത് തറവാട് വീടാണ്. ഇത് ലാലിച്ചനും കൂടി അവകാശപ്പെട്ട ഒരു തറവാട് വീടാണ്. അപ്പോൾ അവൻ്റെ മകളെയും കൂട്ടി വന്നതിന് നിനക്ക് എന്നതാന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കൊന്നുമില്ല. ഇതൊക്കെ ആരും അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഇന്നൊരു ദിവസം ഇവിടെ കയറി വന്നു എന്ന് വിചാരിച്ച് നാളെയും അങ്ങനെ കയറി വരാമെന്ന് ഒരാളും വിചാരിക്കണ്ട. ഞാനും ലാലിച്ചായനും മാത്രമല്ലല്ലോ ഈ തറവാട്ടിലെ അവകാശികൾ. ബാക്കിയുള്ളവരെയും കൂടി അറിയിക്കാൻ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ചാച്ചൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ കയ്യും തുടച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആൻസിയാണ് വിളിക്കുന്നത്. ആൻസി കൊച്ചേ എന്ന് നീട്ടിയൊന്ന് വിളിച്ചപ്പോഴേക്കും അവൾ കിച്ചണിൽ നിന്ന് വിളി കേട്ടുകൊണ്ട് ചാച്ചൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നതാ ചാച്ചാ, എന്നതാ എന്നെ വിളിച്ചേ? ഉച്ചയ്ക്കേ ഉണ്ണാൻ അവരും കൂടിയും കാണും. നീ എന്തായാലും കാര്യമായിട്ട് തന്നെ ഒരുക്കി വെച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചാച്ചൻ തിരിയുമ്പോഴേക്കും റോബോട്ട് ആൻസിയെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. ആൻസി മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് മറുപടിയൊന്നും പറഞ്ഞില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്റ്റാൻലിയുടെ അപ്പച്ചൻ ആൻസിയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആൻസി അപ്പോൾ പേടിച്ച് വിറച്ച് കണ്ണുകളൊക്കെ തുറപ്പിച്ച് നിൽക്കുന്നത് പോലെയാണ് തോന്നിയത്. അവൾ ആരെയാണ് നോക്കി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അവളോടായി ചോദിക്കുന്നുണ്ട്, എന്നതാ കൊച്ചേ, നിന്റെ കെട്ടിയോൻ്റെ വിലക്കുണ്ടോ നിനക്ക് ഇവിടെ വന്നവർക്ക് വെച്ച് വിളമ്പാൻ നിൽക്കണ്ടാന്ന്? അല്ല, ഉണ്ടെങ്കിൽ നേരത്തെ കൂട്ടി പറയണം. എനിക്ക് നാണം കെടാൻ പറ്റത്തില്ലേ? എൻ്റെ വീട്ടിൽ കയറി വന്ന ഒരു പെങ്കൊച്ചിനെ ഒരു നേരത്തെ ഊണ് കൊടുക്കാതെ ഇവിടെ ഇറക്കി വിടാൻ മാത്രം പോഴനായി പോയോ ഞാൻ? അതുകൊണ്ട് ഒരു ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞാൽ അവർക്കുള്ള ഫുഡ് ഇവിടെ എത്തും. അതിന് നിങ്ങളുടെ ആരും അനുവാദം എനിക്ക് വേണ്ടല്ലോ. അതോ ഇനി ഇവിടെ ഇരുന്ന് കഴിക്കുന്നതും പ്രശ്നം തന്നെയാണോ? ചാച്ചാ, ഞാൻ അത്രമാത്രം പറഞ്ഞു നിർത്തിക്കൊണ്ട് ആൻസി തല കുമ്പിട്ട് നിൽക്കുകയാണ്. അതിന് മറുപടിയായി ചാച്ചൻ തന്നെ പറയുന്നുണ്ട്, നിന്നോടല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഇതൊക്കെ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരോടാണ്. ഞാൻ പറഞ്ഞതെന്താണെന്ന് അവർക്കും മനസ്സിലായി കാണും. നീ പോയി ഭക്ഷണം റെഡിയാക്കാൻ നോക്കൂ കൊച്ചേ. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. അത് അതിഥികളാവണമെന്നുമില്ല. ഇതേ സമയം ഔതുക്കുട്ടിച്ചായൻ തൻ്റെ മകളുടെ മുറിയിൽ വന്ന് നോക്കുമ്പോൾ തൻ്റെ മകളും തൻ്റെ പേരമകളും കൂടി ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നുകയാണ്. കുറേ നാളുകളായി തൻ്റെ മകളിങ്ങനെ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നുണ്ട്. ഔതുക്കുട്ടിച്ചായൻ അവരുടെ അരികിലേക്കായി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇത്രയും കൂട്ടായോ എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അതെന്നെ അപ്പച്ച ഞാനും ആലോചിച്ചത്. അലീന വന്ന് 1-2 വർത്താനം പറഞ്ഞപ്പോഴേക്കും അലീനയോട് പറയാത്ത കഥകളില്ല എന്നായി അവൾക്ക് വലിയ സന്തോഷമായി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഔതുക്കുട്ടിച്ചായൻ അലീനയോട് ചെന്ന് പറയുന്നുണ്ട്, അവിടെ കിച്ചണിലെ ആൻസി എന്തൊക്കെയോ പാചകം ചെയ്യാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന്. മോളും കൂടിയും ചെന്നൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് അലീനയോട് പറയുകയാണ്. അലീന തൻ്റെ പപ്പയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അവൾക്ക് അതെന്തോ താല്പര്യമില്ല എന്ന് തോന്നുന്നു ചാച്ച. അവൾ ആകെ സ്തംഭിച്ചിരിക്കുകയാണ് ഇവിടെ വന്നിട്ട്. എല്ലാവരും അവളെ എങ്ങനെയൊക്കെയാണ് കാണുക എന്ന ടെൻഷനിലായിരുന്നു. അവിടെ നിന്നും വരുമ്പോൾ മുതൽ എന്നോടത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്തായാലും അവൾ വിചാരിച്ചോടത്ത് തന്നെ കാര്യങ്ങൾ വന്നെത്തുകയും ചെയ്തു. വന്നപ്പോൾ തന്നെ റോബോട്ടിൻ്റെ മുഖവും അവൻ്റെ സംസാരവും ഒക്കെ വന്ന് കയറിയ ആൾ തിരിച്ചോടുന്ന വിധത്തിൽ തന്നെയായിരുന്നു. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ടെന്നേ.
അവളിപ്പോൾ ഇവിടെ പെട്ടെന്ന് കയറി വന്ന ഒരാളല്ലേ. അവളെ അംഗീകരിക്കാൻ എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ട് കാണും. ഇനിയിപ്പോൾ ഇതൊന്നുമല്ലല്ലോ, ഒരാളും കൂടിയും വരാനിരിക്കല്ലേ. ഇനി അവൻ എന്നതൊക്കെയാ പറയാൻ പോണേന്ന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. നീ എന്തായാലും അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിലും ഞാൻ ആരെ കാര്യമാക്കണമെന്നാ ചാച്ചനീ പറയുന്നത്? എനിക്കിപ്പോൾ അവരൊന്നും കാര്യത്തിലെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വന്നതേ എൻ്റെ തറവാട്ടിലേക്കാ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അലീന ഒരുപാട് സമയം അവിടെ റാണിക്കൊപ്പം തന്നെ ഇരിക്കുകയായിരുന്നു. കുറേ സമയങ്ങൾക്ക് ശേഷം ചാച്ചൻ ചെന്ന് അലീനയോട് പറയുന്നുണ്ട്, മോൾക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് മുഷിച്ചിലൊന്നും തോന്നുന്നില്ലേ? നീ ആ കിച്ചണിൽ ആൻസിക്കൊപ്പം ചെന്ന് നിൽക്ക്, അവരുമായിട്ടൊക്കെ പരിചയപ്പെടണമല്ലോ എന്ന്. അലീന പതിയെ അവിടെ നിന്നും എഴുന്നേറ്റപ്പോൾ റാണി അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ചു. അവിടെ തന്നെ ഇരിക്കാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് തന്നെ അലീന റാണിയോടായി പറയുന്നുണ്ട്, ഞാനിപ്പോൾ പോയിട്ട് വരാം, ചേച്ചി ഇവിടെ തന്നെ ഇരുന്നോന്ന്. അത് കേൾക്കുന്ന ചാച്ചൻ പറയാണ്, ചേച്ചിയോ? അത് നിന്നെ ആൻറ്റിയാണ് കൊച്ചേ, നീ ആൻറ്റിയെന്നല്ലേ അവളെ വിളിക്കേണ്ടതെന്ന്. അയ്യോ, ഞാനത് ഓർത്തില്ല. കണ്ടപ്പോൾ ആൻറ്റിന്ന് വിളിക്കാനും തോന്നിയില്ല. എന്തായാലും ആൻറ്റിന്ന് വിളിച്ചാൽ മതി, നിനക്കേ ആകെയുള്ളൊരാൻറ്റിയാണത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അലീന പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടക്കുകയാണ്. അലീന കിച്ചണിലേക്ക് നടക്കുമ്പോഴും അലീനയുടെ മനസ്സ് മുഴുവനും റാണി പറഞ്ഞ ആ കുഞ്ഞിൻ്റെ ചിന്തകളായിരുന്നു. റാണി പലപ്പോഴായി പറയുന്നത് കേട്ടു, എൻ്റെ കുഞ്ഞ്, എൻ്റെ മോളെന്നൊക്കെ. എന്തായിരിക്കും ആ കുഞ്ഞിന് സംഭവിച്ചിട്ടുണ്ടാവുക? ചാച്ചൻ പറഞ്ഞത് ആൻറ്റിയെ ഉപേക്ഷിച്ച് പോയതിന് ശേഷമാണ് ആൻറ്റിക്ക് മെൻ്റലി ഡൗൺ ആയതെന്ന്. ഇതിപ്പോൾ ആൻറ്റിയുടെ സംസാരം കേട്ടിട്ട് തോന്നുന്നത് കുഞ്ഞിനെ നഷ്ടപ്പെട്ട എന്തോ ബുദ്ധിമുട്ടാണെന്നാണ്. എന്തായാലും പപ്പയോട് അതിനെക്കുറിച്ചൊന്ന് ചോദിക്കണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് എത്തുകയാണ് അലീന. അലീനയെ കിച്ചണിൽ കണ്ടതും ആൻസിക്ക് അലീനയോട് സംസാരിക്കണമെന്നൊക്കെയുണ്ട്. പക്ഷേ എന്തോ ഒന്ന് ആൻസിയുടെ ഉള്ളിൽ വലിച്ചിലായിരുന്നു. കാരണം റോബർട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുതന്നെയായാലും ആൻസിയെ നല്ല വഴക്ക് പറയുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് അലീന പതിഞ്ഞ ശബ്ദത്തിൽ ആൻസിയോട് ചോദിക്കുകയാണ്. ആൻസി ആദ്യത്തെ വാക്ക് കേൾക്കാത്ത പോലെ നിന്നു. ആൻസി അത് കേട്ടിട്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അലീന ഒരു വട്ടം കൂടി ചോദിച്ചു. ആൻസി അപ്പോൾ ഏയ് വേണ്ട, ഇവിടെ എനിക്ക് ചെയ്യാവുന്ന പണികൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആൻസി അവിടെ നിന്നും ഒഴിവാവാൻ ശ്രമിക്കുകയാണ്. എങ്കിലും അലീന ഒപ്പം തന്നെ നിന്ന് ആൻസി ചെയ്യുന്ന പോലെയൊക്കെ ചെയ്ത് ആൻസി നീക്കി വെക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി നീറ്റാക്കി വെക്കുന്നത് കണ്ടിട്ട് ആൻസിക്ക് പോലും അതിശയം തോന്നുകയാണ്. ഒരു പരിചയവുമില്ലാത്ത വീട്ടിൽ, ഒരു പരിചയവുമില്ലാത്ത കിച്ചണിൽ കയറിയിട്ട് എത്ര വൃത്തിയായിട്ടാണ് ഈ കുട്ടി കാര്യങ്ങളൊക്കെ നീക്കുന്നതെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് പോകുകയായിരുന്നു ആൻസി. പക്ഷേ ആൻസിക്ക് ഒന്നും തന്നെ സംസാരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം തന്നോട് അങ്ങനെയായിരുന്നു റോബോട്ട് തന്ന വാണിങ്. ആൻസി ഉടനെ തന്നെ റോബോട്ടിനെ പുറത്തേക്കായിട്ട് എത്തിച്ചു നോക്കുന്നുണ്ട്, അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന്. ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആൻസി പതിഞ്ഞ ശബ്ദത്തിൽ അലീനയോട് ചോദിക്കുന്നുണ്ട്, കുട്ടിക്ക് എന്നതാ കഴിക്കാനിഷ്ടം എന്ന്. അലീന പറഞ്ഞു, എന്ത് കിട്ടിയാലും കഴിക്കും, അങ്ങനെ ഇന്നത് വേണമെന്നൊന്നുമില്ല, വിശപ്പകറ്റാനല്ലേ, അതിപ്പോൾ കഞ്ഞിയും പയറായാലും എനിക്ക് സന്തോഷമാണെന്ന്. അലീനയുടെ വാക്കുകൾ കേട്ടിട്ട് ആൻസി അതിശയത്തോടു കൂടി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആൻസിക്ക് അലീനയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നൊക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ഇത്രയും കാലം ലാലിച്ചായന് ഇങ്ങനെ ഒരു മകളുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു. എങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു മകൾ പൊട്ടിപ്പുറപ്പെട്ട് വന്നതെന്നൊക്കെ അറിയാൻ അവൾക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. റോബോട്ടിനോട് ഒരിക്കൽ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കാനും അറിയാനും നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവളോട് ഷൗട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൾ അതിന് ശേഷം അവനോടായിട്ടൊന്നും ചോദിക്കാനോട്ട് പോയിട്ടുമില്ല. അലീനയെ ഇത്രയും അടുത്ത് കിട്ടിയിട്ടും ആൻസിക്കൊന്നും ചോദിക്കാനും കഴിയുന്നുമില്ല. എങ്കിലും ആൻസിക്ക് മനസ്സുകൊണ്ട് വല്ലാത്തൊരു കുറ്റബോധം തോന്നുകയാണ്. തന്നോട് ഇത്രയ്ക്ക് പരിചയത്തിൽ തൻ്റെ ഒപ്പം വന്ന് ആദ്യമായി തൻ്റെ വീട്ടിൽ വന്നിട്ട് കിച്ചണിൽ പോലും കയറി തൻ്റെ ഒപ്പം പണിയൊക്കെ എടുത്തു തരുന്നൊരു പെൺകുട്ടിയോട് ഒന്നും ചോദിക്കാതെയും മിണ്ടാതെയും എങ്ങനെയാണ് നിൽക്കുക എന്നൊക്കെ ആൻസി ചിന്തിച്ചു പോവുകയാണ്. ആൻസി എന്തും വരട്ടെ എന്ന് കരുതി അലീനയോട് ചോദിക്കുകയാണ്, കുട്ടി പഠിക്കുകയാണോ എന്ന്. അപ്പോൾ അലീന പറഞ്ഞു,
എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞതാ. ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം ചെറിയൊരു കോഴ്സ് ചെയ്തു, ഈ ഹോം നേഴ്സിംഗ് ഒക്കെ പോലത്തെ. അങ്ങനെ ഒരു വർക്കായിരുന്നു ഞാൻ ഇത്രയും കാലം ചെയ്തിരുന്നതെന്നൊക്കെ പറയുമ്പോൾ ആൻസിക്ക് അലീനയുടെ കാര്യത്തിൽ വല്ലാത്ത അതിശയം തോന്നുകയാണ്. ഇത്ര വലിയ തറവാട്ടിലെ പേരമകളായ ഒരു പെൺകുട്ടി ഹോം നേഴ്സിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടാണെന്നോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്? ആൻസിക്ക് അത് വിശ്വസിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെയുള്ള പേരക്കുട്ടികൾ പഠിക്കുന്നതും വളരുന്നതൊക്കെ വലിയ കോൺവെൻറ്റിലും വലിയ വലിയ ഹോസ്റ്റലുകളിലും ഒക്കെയാണ്. ഇവിടെ ഒരാൾ അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിൻ്റെ വർക്കൊക്കെ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ആൻസി അത് വിശ്വസിക്കാത്ത പോലെ അലീനയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അത് കാണുന്ന അലീന ആൻസിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ആൻറ്റീന്ന്. അത് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകയാണ് ആൻസിക്ക്. ഇത്രയും കാലം തന്നെ ഒരു പരിചയവുമില്ലാത്തൊരു പെൺകുട്ടി പെട്ടെന്ന് വന്ന് ആൻറ്റി എന്നൊക്കെ വിളിച്ച് അവൾ അടുപ്പം കാണിക്കുന്നത് കാണുമ്പോൾ ആൻസിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. ആൻസി അലീനയോട് വളരെ സ്നേഹത്തോടു കൂടി തന്നെ സംസാരിക്കാനൊക്കെ തുടങ്ങി. അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടാണ് കിച്ചണിലേക്ക് ഔതുക്കുട്ടി ചായൻ വരുന്നത്. ചാച്ചൻ അവരോടായി ചോദിക്കുന്നുണ്ട്, ആഹാ, അലീന കൊച്ച് പെട്ടെന്ന് തന്നെ ആൻസിയുമായിട്ടും കൂട്ടായല്ലോ. എല്ലാവരോടും പെട്ടെന്ന് ഇണങ്ങുന്ന ടൈപ്പാണെന്ന് തോന്നണല്ലേ എന്ന് ചാച്ചൻ ചോദിക്കുകയാണ്. അലീന അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയാണ് ചാച്ച. ഞങ്ങൾക്കങ്ങനെ പുതിയതായിട്ട് വരുന്നവരെന്നൊന്നുമില്ല. എല്ലാവരും നമ്മളെപ്പോലെ തന്നെ കാണുന്നവരാണ്. അത് മനസ്സിലായി. അതെന്തായാലും നല്ല സ്വഭാവം തന്നെയാട്ടോ. ദേ അപ്പുറത്തേ റാണിമോളുടെ അരികത്തുനിന്ന് നീ പോന്നപ്പോൾ മുതൽ അവളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അവൾക്കിപ്പോൾ വിളിക്കാൻ പുതിയ പേര് കിട്ടിയിട്ടുണ്ട് ആൻസി. എന്നതാ ചാച്ച? ദേ അലീന അലീന എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മോളൊന്ന് റാണിക്കൊച്ചിൻ്റെ അടുക്ക് ചെല്ല്. അവൾക്കുള്ള ഫുഡും കൂടി എടുത്തോ. ഇപ്പോൾ മോള് കൊണ്ടുപോയി കൊടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കഴിച്ചെന്നും വരാം. ചാച്ചൻ്റെ വാക്കുകൾ കേട്ട് അലീന വളരെ സന്തോഷപൂർവ്വം തന്നെ പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റൊക്കെ എടുത്ത് അതിൽ കുറച്ച് ചോറും അപ്പോഴേക്കും ആൻസി കറികളൊക്കെ പ്ലേറ്റിൽ ഒഴിച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നോക്കിയും കണ്ടുമൊക്കെ നിൽക്കണം കേട്ടോ. എപ്പോഴും അവളുടെ സ്വഭാവം ഒരുപോലെ ആയിരിക്കത്തില്ല. ഇല്ലെന്നേ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അലീന റാണിമോൾക്കുള്ള ഫുഡുമായി മുറിയിലേക്ക് പോവുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കൂട്ടത്തിൽ ഹൈപ്പും കൂടിയും ചെയ്തേക്കണേ. ശുഭരാത്രി.